2017 കഥ തുടങ്ങുന്നത്. വിയറ്റ്നാമിൽ നിന്നുള്ള ഒരു ചെറിയ ടീം ഒരു മൊബൈൽ ഗെയിം ഇറക്കി. ഒറ്റ നോട്ടത്തിൽ അല്ലെങ്കിൽ പേപ്പറിൽ നോക്കുമ്പോൾ ഇതിലൊരു പ്രത്യേകതയും ഇല്ല എന്ന് തോന്നും. കാരണം ഒരു ബ്ലോക്ക് ബസ്റ്റർ ഗെയിമിന് വേണമെന്ന് നമ്മൾ പറയുന്ന ഒരു കാര്യവും അതിലുണ്ടായിരുന്നില്ല. കണ്ണഞ്ചിപ്പിക്കുന്ന സിനിമാറ്റിക് ഗ്രാഫിക്സ് ഇല്ല, കോടിക്കണക്കിന് രൂപയുടെ ബഡ്ജറ്റ് ഇല്ല, ഇനി ആൾക്കാർക്ക് പെട്ടെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന വലിയൊരു പേരോ ഫ്രാഞ്ചൈസിയോ അതൊന്നുമില്ല. പക്ഷേ വെറും കുറച്ച് വർഷങ്ങൾക്കുള്ളിൽ അതൊരു സാധാരണ ഗെയിമായിട്ടുള്ള ഗറീന ഫ്രീ ഫയർ എന്നതിൽ നിന്ന് ചരിത്രം തന്നെ മാറ്റിമറിക്കാൻ തുടങ്ങി. മൊബൈൽ ഗെയിമിൻ്റെ ചരിത്രത്തിൽ ഏറ്റവും കൂടുതൽ ഡൗൺലോഡ് ചെയ്യപ്പെട്ട ഗെയിമുകളിൽ ഒന്നായിട്ടത് മാറി. 1 ബില്യണിലധികം 100 കോടിയിലധികം ഡൗൺലോഡുകൾ. അത് ഗെയിമിംഗ് ഇൻഡസ്ട്രിയെ മൊത്തത്തിൽ അങ്ങ് പിടിച്ചു കുലുക്കി. ലോകമെമ്പാടും പുതിയൊരു ഗെയിമിംഗ് കൾച്ചറിന് തന്നെ രൂപം കൊടുത്തു. പക്ഷേ ഇതൊരു ഗെയിമിൻ്റെ മാത്രം കഥയല്ല. നിങ്ങൾ കുറച്ചുകൂടി അടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇതൊരു ഇതിഹാസത്തിൻ്റെ വാക്കുകളിൽ നിന്നും തീപ്പൊരി കിട്ടിയ ഒരു മനുഷ്യൻ്റെ സ്വപ്നത്തിൻ്റെ കഥയാണ്. ഒരു വീഡിയോ ഗെയിം വെച്ച് ഒരു വൻകരയിലെ ഏറ്റവും വലിയ ഓൺലൈൻ കച്ചവടത്തിന് പണം കണ്ടെത്തിയ ഒരു കിടിലൻ കമ്പനിയുടെ തന്ത്രത്തിൻ്റെ കഥ.